ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബഷീറാണ്. നമ്മുടെ തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ നിന്ന് എന്നുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ല തിരുവില്യാമല ഗ്രാമപഞ്ചായത്തിലാണ്. തിരുവില്യാമല തിരുവില്യാമല വഴി നമ്മുടെ ആലത്തൂർക്കൊക്കെ പോകുന്ന കൂട്ടുപാത, ആ കൂട്ടുപാതയിൽ നിന്ന് പഴമ്പാലക്കോട് റോഡ്, ആ മെയിൻ റോഡിൽ നിന്നും ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ ഉള്ളിലോട്ടായിട്ട് പഞ്ചായത്ത് ടാർ റോഡ് സൈഡിൽ എല്ലാവിധ വണ്ടികൾക്കും വരാനുള്ള വഴി സൗകര്യത്തോടു കൂടെ 10 സെൻറ്റ് സ്ഥലത്തിന് കുറച്ചെന്തോ കുറവുണ്ട്. അത് നമുക്കിനിയിപ്പോൾ കൃത്യമായിട്ട് അളന്നാൽ മാത്രമേ അതറിയുള്ളൂ കേട്ടോ. അത് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി തരുന്നതായിരിക്കും. 1200 സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന ഒരു വീട്. ഇതിൻ്റെ വില പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ ഫൈനൽ വില, ഒറ്റ വിലയാണ് പറഞ്ഞിരിക്കുന്നത്, 30 ലക്ഷം രൂപ. ഇതിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ടോളൂ. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബസ് റൂട്ടിലേക്ക് അധികം ദൂരമില്ല. വീടിന് ഒരു 6-7 വർഷത്തെ പഴക്കം മാത്രമാണുള്ളത്. നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന വീടാണ് കേട്ടോ. അതുകൊണ്ടോ അപ്പോൾ ഒരു സിറ്റ് ഔട്ട്, അതുപോലെ ലിവിങ് റൂമിൽ അതുകൊണ്ട് ഈ ഭാഗമൊക്കെ നല്ല രീതിക്ക് മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ പ്രത്യേകിച്ചിട്ടൊരു പണി എന്ന് എടുത്തു പറയാനായിട്ട് ഞാൻ കണ്ട ഒരു പണി എന്ന് പറയാൻ, ഇതിൻ്റെ സ്റ്റെയറിലൊരു സ്റ്റെയർ കേസ് നമ്മൾ പിടിച്ച് കയറി പോകണ ഒരു പിടി വെക്കണം എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചിട്ടുള്ള പണികളൊന്നും, വലിയ പണികളൊന്നും ഈ വീടിനകത്തില്ല. കാരണം ഈ ഇടയ്ക്ക് എന്തോ ഒരു ഫംഗ്ഷനൊക്കെ നടന്നുകൊണ്ട് അവർ ആ സമയത്ത് ഇതിൻ്റെ എല്ലാവിധ പണികളും പൂർത്തിയാക്കിയിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് 2 ബെഡ്റൂം, അത് രണ്ടും അറ്റാച്ച്ഡ് ആണ്. അത് കൂടാതെ കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യം വരുന്നുണ്ട് കേട്ടോ. പടിഞ്ഞാറ് വശത്തേക്കാണ് ഈ വീടിൻ്റെ ദർശനം വരുന്നത്. പടിഞ്ഞാറ് വശത്തേക്ക് തിരുവില്യാമല സെൻട്രലിലേക്കൊക്കെ ആണെങ്കിൽ, ടൗണിലേക്കൊക്കെ ആണെങ്കിൽ ഈ വീടിൻ്റെ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 കിലോമീറ്ററിൽ താഴെ മാത്രമായിരിക്കും ദൂരം വരിക. ഇതിപ്പോൾ 2ാമത്തെ ബെഡ്റൂമാണ്, അതും അറ്റാച്ച്ഡ് സൗകര്യമുണ്ട്. അവിടെ അത്യാവശ്യം കബോർഡിൻ്റെ വർക്കുകളൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അവിടെയൊക്കെ ആ ഒരു ഭാഗത്തൊക്കെ ഒരു വാൾ ഡോറൊക്കെ കൊടുത്ത് നല്ല വൃത്തിക്ക് തന്നെ പണികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണുക. കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് വിളിക്കരുത്, മുഴുവനായിട്ട് കണ്ടോളൂ. അതുകൊണ്ട് ഡൈനിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ അപ്പുറത്ത് അടുക്കള, അവിടെ നിന്ന് ഭക്ഷണം സെർവ് ചെയ്യാനായിട്ടൊരു ചെറിയ ചുമരിൽ ഇപ്പോഴത്തെ ഒരു മോഡലൊരു ചെറിയൊരു ഹോളൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 4-5 പേർക്കൊക്കെ സുഖമായി വന്ന് ഭക്ഷണം കഴിക്കാൻ പാകത്തിനുള്ള ഒരു ഡൈനിങ് ഹാളുണ്ട്. അതുകൂടാതെ വീടിൻ്റെ സൈഡിലൊരു വർക്ക് ഏരിയ വന്നിട്ട്, ഇവിടെ അടുക്കള ഇവർ അധികവും പുറത്താണ് അടുപ്പ് കത്തിക്കാറ്. ഇപ്പോൾ ഗ്യാസ് അടുപ്പ് വല്ലപ്പോഴും കത്തിക്കുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഈ ഒരു ഗ്യാസ് അടുപ്പ് വെക്കാൻ പാകത്തിന് സ്ലാബിൻ്റെ പണി ചെയ്തിട്ടില്ല. അവിടെ ഒരു അതുപോലെ ഉണ്ട്, ഒരു മേശ വെച്ചിട്ട് അതിന് മുകളിലാണ് ഗ്യാസ് കത്തിക്കുന്നത്. കാരണം കൂടുതലും കത്തിക്കുന്നത് വീടിൻ്റെ പുറത്തായിട്ടാണ്. ഇവിടെയാണ് വിറക് കത്തിക്കുന്നത്. ഇവിടെ നല്ലതുപോലെ സൗകര്യമുള്ളൊരു വർക്ക് ഏരിയ അതിനോട് ചേർന്ന് തന്നെയായിട്ടാണ് നമുക്കൊരു കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യം വരുന്നത് കേട്ടോ. അപ്പോൾ വില ഞാൻ പറഞ്ഞു, 10 സെൻറ്റ് സ്ഥലത്തിന് ഒരു ഇച്ചിരി കുറവ്, അതുപോലെ 1200 സ്ക്വയർ ഫീറ്റ് വീട്. അതിൻ്റെ ഈ ഷീറ്റിട്ടതൊക്കെ അതിൽ നമ്മുടെ സ്ക്വയർ ഫീറ്റിൽ കൂട്ടാത്തതാണ് കേട്ടോ. ഷീറ്റിട്ട ഭാഗങ്ങളൊന്നും കൂട്ടാതെയാണ് ഞാൻ ഈ വാർത്ത ഭാഗങ്ങൾക്ക് മാത്രമാണ് 1200 സ്ക്വയർ ഫീറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഉണ്ടോ കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യമുണ്ട്. അപ്പോൾ അടുത്തൊക്കെ നിറയെ വീടുകളുള്ളൊരു പരിസരമാണ്. അപ്പോൾ ഇതിനാണ് ഈ വില പറഞ്ഞത് 30 ലക്ഷം രൂപ. ഒരു 10-33 ലക്ഷം രൂപയൊക്കെ പറയാൻ പറഞ്ഞ വീടാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഏതോ ഒരു ചാനലിൽ 31 ലക്ഷം രൂപ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞവർ. അപ്പോൾ ഇത് 30 ലക്ഷം രൂപയാണ് അവർ ലാസ്റ്റ് ചോദിക്കുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് പെട്ടെന്നൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറച്ചുകൂടെ വില അഡ്ജസ്റ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റും. ഇതിൽ ഈ സ്റ്റെയറിലേക്ക് കയറുന്ന ഭാഗത്തൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ വയർ വലിച്ച് ഇട്ടിട്ടുണ്ട്. ഇവർ ആ സ്റ്റെയർ കേസ് വെക്കുന്ന സമയത്ത് ആ ലൈറ്റ് പിടിപ്പിക്കുക എന്നുള്ളതിൽ അതങ്ങനെ വിട്ടുപോയതാണ്. ഇനിയിപ്പോൾ ഒരു റൂമൊക്കെ എടുക്കണമെങ്കിൽ അതിനും നമുക്ക് മുകളിൽ സൗകര്യമുണ്ട് കേട്ടോ. ഒരു 1-2 റൂം എടുക്കണമെങ്കിൽ അതിനും സൗകര്യമുണ്ട്. നല്ലതുപോലെ കായ്ക്കുന്ന ഒരു 4-5-6 തെങ്ങുകളുണ്ട് ഇതിനകത്ത്. അവർക്ക് അത്യാവശ്യം വീട്ടാവശ്യത്തിനും അത് കൂടാതെ പുറത്തേക്ക് കൊടുക്കാനുമൊക്കെ ആയിട്ട് ഒരു 5-6 തെങ്ങുകൾ നല്ലതുപോലെ കായ്ക്കുന്ന, ഒരു ആവശ്യത്തിനും അത് കൂടാതെ പുറത്തേക്ക് കൊടുക്കാനുമൊക്കെ ആയിട്ട് ഒരു 5-6 തെങ്ങുകൾ നല്ലതുപോലെ കായ്ക്കുന്ന ഒരു 5-6 തെങ്ങുകളുണ്ട്. അതിലൊരു മാവുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കണമെങ്കിൽ, പ്ലാവൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ മുറ്റം അത്യാവശ്യം സ്ഥല സൗകര്യം ഉള്ളതുകൊണ്ട് അതും വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല വീട് തന്നെയാണ്. അതുകൊണ്ടോ ആ തെങ്ങിലൊക്കെ നോക്കൂ, ഇഷ്ടം പോലെ നാളികേരമാണ്. ഇതേപോലെ തന്നെയാണ് മറ്റുള്ള തെങ്ങുകളിലൊക്കെ ഉള്ളത് കേട്ടോ. ഇതിൽ ഈ മുകൾ വശം മട്ടിയിട്ട സമയത്ത് വെള്ളം ഈ ഒരു സൈഡിലേക്ക് ഒഴുകി പോകാനായിട്ട് ആ രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ തലേ ദിവസം മഴ പെയ്തപ്പോൾ ഇതിൻ്റെ ഈ ഓസിൽ ചപ്പ് ചവറുകൾ ഒന്നും അടഞ്ഞിട്ട് അവർ കണ്ടിട്ടില്ല. ഞാനാണ് ഇന്നിപ്പോൾ രാവിലെ വന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് കണ്ടത്.
അപ്പോൾ അത് തട്ടിക്കളഞ്ഞപ്പോൾ വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് വെള്ളം കറക്റ്റായിട്ട് ഒഴുകി സ്ലോപ്പിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളം ഈ ഭാഗത്ത് വന്നിട്ട് കെട്ടി നിന്നിരിക്കുന്നത്. അത് ഈ തെങ്ങിൻ്റെ പൂക്കൊലയിൽ നിന്നൊക്കെ വീഴുന്നത് ഇത് അടഞ്ഞു പോയിട്ടേ അങ്ങനെ സംഭവിച്ചാണ്. കണ്ടോ, തെങ്ങിലൊക്കെ അത്യാവശ്യം നല്ലതുപോലെ നാളികേരമുള്ളൊരു പ്രോപ്പർട്ടിയാണ്. എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക. പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടോളൂ കേട്ടോ. തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല ടൗണിനടുത്തായിട്ടാണ് ഈ വീട് വരുന്നത്. ഒരു 1-2 വണ്ടികളൊക്കെ വന്നാലും പാർക്ക് ചെയ്യാനുള്ള മുറ്റം സൗകര്യമുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ സോഴ്സ് എങ്ങനെയെന്ന് ചോദിച്ചാൽ, കുടിവെള്ളത്തിൻ്റെ സോഴ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട്. അതുകൂടാതെ ബോർവെല്ലും ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു 4000 ലിറ്ററിൻ്റെ ടാങ്ക്, സിമെൻറ്റ് ടാങ്ക് താഴത്ത് വാർത്ത് വെച്ചിരിക്കുന്നു. അതിൽ ഈ വെള്ളം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നിറയും. അതിൽ നിന്ന് മോട്ടർ അടിച്ചിട്ട് മുകളിലേക്ക് കയറ്റുന്നുണ്ട്. പിന്നെ ഭക്ഷണം പാകം ചെയ്യാനും കുടിക്കാനും ഒക്കെ ഒരു ബോർവെല്ലിൽ നിന്നാണ് വെള്ളം എടുക്കാറ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർവെല്ലിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതല്ല കേട്ടോ. വെള്ളം ഇഷ്ടം പോലെ വെള്ളമുള്ളൊരു ഏരിയയും അതുപോലെ മഴക്കാലത്തോ അല്ലെങ്കിൽ പ്രളയകാലത്തൊന്നും വെള്ളം കയറാത്തൊരു ഏരിയയും കൂടിയാണ്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് അന്വേഷിക്കാൻ പറ്റും. ഇതാട്ടോ, ഈ ഒരു ടാങ്കിൽ ഒരു 4000 ലിറ്ററോളം വെള്ളം സ്റ്റോറേജ് ചെയ്യാനുള്ള സൗകര്യത്തോടെയാണ് ആ ടാങ്കിൻ്റെ പണി ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നാണ് നേരെ മുകളിലേക്ക് വെള്ളം കയറുന്നത്. അപ്പോൾ അത് കൂടാതെ തൊട്ടപ്പുറം തന്നെ ബോർവെല്ലുണ്ട്. അത് നിങ്ങൾക്ക് വരുമ്പോൾ വേണമെങ്കിൽ ബോർവെല്ല് വെള്ളം മോട്ടർ ഇട്ടിട്ടൊക്കെ ചെക്ക് ചെയ്യാം, വെള്ളം വരുന്നുണ്ടോ എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ കണ്ടോ, നല്ല ആരോഗ്യമുള്ള ഒരു 5-6 തെങ്ങുകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ പരമാവധി എല്ലാ ഭാഗവും നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ട് നോക്കിയതിന് ശേഷം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യൂ. 30 ലക്ഷം രൂപയാണ് അത് ഫൈനൽ റേറ്റാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും നമുക്ക് പെട്ടെന്നൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ ആധാരം പറമ്പാണ്, നിലമല്ല, പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലം തന്നെയാണ്. അടുത്തൊക്കെ താമസിക്കുന്ന വീടുകളുണ്ട്, വരുന്ന വഴിക്കൊക്കെ വീടുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 500-600 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത്. അതിൽ ഇവരുടെ അതിര് വേലി വരുന്ന ഭാഗത്തൊക്കെ ഇവർ മതിൽ കെട്ടിയിട്ടുണ്ട്. തൊട്ടപ്പുറമുള്ളവരുടെ അതിരായതുകൊണ്ട് അവർ മതിൽ കെട്ടാത്തത് കൊണ്ട് ഇവർ അങ്ങനെ വേലി കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഈ ഒരു സൈഡൊക്കെ മതിൽ കെട്ടിയിട്ട് അത് ഇവരുടെ ഭാഗമായതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ചുറ്റുഭാഗം പെരുമാറാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരു 10 സെൻറ്റോളം സ്ഥലം ഉള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാ ഭാഗവും ഞാൻ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. വീടിന് യാതൊരു തരത്തിലുള്ള കേടുപാടുകളുള്ള വീടല്ല, വളരെ നല്ലൊരു വീടാണ്. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് ചെറിയൊരു ഗാർഡനിങ് സെറ്റപ്പിനൊക്കെ ആയിട്ട് പാകത്തിന് സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.